ചാമ്പക്ക റെസിപ്പി നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം നല്ലപോലെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നല്ലപോലെ കഴുകിയ കുറച്ച് ചാമ്പക്ക എടുത്തിട്ടുണ്ട്. അതിൽ നല്ലപോലെ അതിൻ്റെ മറ്റേ കറുപ്പ് കളറിൽ എന്തെല്ലോ ചവറുണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത്, ഞാനിവിടെ ഉപ്പും മുളകും ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ മുളക് പൊടി ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് മിക്സാക്കി എടുക്കാം. എല്ലാ ചാമ്പക്കയിലും ആവണം കേട്ടോ. നല്ലപോലെ കഴിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നമുക്ക് വേണമെന്ന് എല്ലാ ചാമ്പക്കയിലായിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി മസാലയിൽ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ വീണ്ടും ഞാൻ മിക്സ് ആക്കുന്നുണ്ട്. മസാല കുറവായതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചത്. ഇപ്പം എങ്ങനെയുണ്ട്? നമ്മുടെ ചാമ്പക്ക ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉണ്ടായത്. ഇങ്ങനെ ചാമ്പക്ക നമുക്ക് നല്ലപോലെ ആക്കിയിട്ട് ഇനി നമുക്കിതൊന്ന് തിന്നു നോക്കിയാലോ? ഇതാമേ തിന്നു. സൂപ്പർ ആയിട്ടുണ്ടെന്ന് അമ്മ പറയുന്നത്. ഞാനൊന്ന് തിന്നു നോക്കട്ടെ. തിന്നാണ്. സൂപ്പർ ഗൈസ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് ടേസ്റ്റാ ഇഷ്ടപ്പെട്ടിനോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.